ഗൈസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറോളജിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറസാണ്. ആളൊരു എൻവലപ്ഡ് ആയിട്ടുള്ള RNA വൈറസാണ്. റിട്രോവിറിഡെ ഫാമിലിയിലാണ് ഇവർ പെടുന്നത്. റിട്രോവിറിഡയിൽ HIV കൂടാണ്ട് HTLV കൂടെ ഉണ്ട് കേട്ടോ. ഹ്യൂമൺ ടി ലിംഫോട്രോഫിക് വൈറസാണ് അവിടെ വരുന്നത്. പിന്നെ HIV ജീനസ് എന്ന് പറയാൻ നേരത്ത് ലെൻഡി വൈറസാണ്. 2 ടൈപ്പ് ഓഫ് HIV വൈറസുകളാണ് ഉള്ളത്. HIV-1ഉം HIV-2ഉം. HIV-1 എന്ന് പറയുമ്പോൾ നമ്പർ 1 ആണ്, വേൾഡ് വൈഡൊക്കെ കാണപ്പെടും. മോർ പത്തോജനിക് ദാൻ HIV-2 ആയിരിക്കും. അതായത് ഇവരുടെ ഒരു ഡിസീസ് പ്രോഗ്രഷൻ ടു എയ്ഡ്സ് എന്ന് പറയാൻ നേരത്ത് ഭയങ്കര ക്വിക്കായിരിക്കും. HIV-2 എന്ന് പറയാൻ നേരത്ത് അവരുടെ ഒരു പ്രോഗ്രഷൻ്റെ റേറ്റ് കമ്പയർഡ് ടു HIV-1 വളരെ കുറവായിരിക്കും. പിന്നെ ഇവർ വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ആയിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. മറ്റ് HIV-1 വേൾഡ് വൈഡാണ്. അടുത്തതായിട്ട് HIV മോർഫോളജിയെക്കുറിച്ച് പഠിക്കാം. ഈ ഒരു പടം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവർക്കൊരു സ്പെറിക്കൽ ഷേപ്പാണുള്ളത്. 80 to 110 നാനോമീറ്ററാണ് അവരുടെ സൈസ് വരുന്നത്. നമുക്ക് മോർഫോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 പാർട്സാണുള്ളത്. ഒന്ന് എൻവലപ്ഡ് വൈറസുകളുണ്ട്, നോൺ എൻവലപ്ഡും ഉണ്ട്. HIV എൻവലപ്ഡ് വൈറസാണ്. ഈ ഒരു എൻവലപ്പ് എന്ന് പറയാൻ നേരത്ത് ലിപ്പിഡ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഹോസ്റ്റ് സെൽ മെംബ്രെയിൻ. ആൻഡ് ഈ എൻവലപ്പിൻ്റെ സർഫസിൽ നിന്നും 2 പ്രോട്ടീൻസ് സ്പൈക്സ് പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരിക്കും. ദേ ആർ GP120 ആൻഡ് GP, ദാറ്റ് ഇസ് ഗ്ലൈക്കോപ്രോട്ടീൻ 41. ഇവർ രണ്ടുപേരും വൈറസ് കോഡഡ് ആയിരിക്കുമേ. ഈ 2 ആൾക്കാർക്കും 2 ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഉള്ളത്. ഗ്ലൈക്കോപ്രോട്ടീൻ 120യുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈറൽ സെല്ലും ഹോസ്റ്റ് സെല്ലിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്യിപ്പിക്കുക എന്നതാണ്. പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻ 41 ആണെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ വൈറൽ എൻവലപ്പും ഹോസ്റ്റ് സെൽ മെംബ്രെയിനും കൂടെ ഫ്യൂസ് ചെയ്യുക എന്നാണ്. ഫ്യൂസ് ചെയ്താൽ മാത്രമേ ഈ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിന് ഹോസ്റ്റ് സെല്ലിനകത്തോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ വൈറസിന് ഹോസ്റ്റ് സെല്ലിനകത്ത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ പറ്റിയൊക്കെ നമുക്ക് പത്തോജനസിസിൽ നോക്കാം. അപ്പോൾ ആ ഒരു എൻവലപ്പിൻ്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. വൈറസിൻ്റെ ഔട്ടർ മോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ നേരത്ത് എൻവലപ്പാണ്. അത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് വരാൻ നേരത്ത് പിന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയാൻ നേരത്ത് ക്യാപ്സിഡ് ആയിരിക്കും. ആ ഒരു ബ്ലൂ കളറിൽ നമ്മുടെ ഇമേജിൽ കാണുന്നതാണ് ക്യാപ്സിഡ് എന്ന് പറയുന്നത്. ക്യാപ്സിഡ് എന്ന് പറയുമ്പോൾ മേഡപ്പ് ഓഫ് ക്യാപ്സോമേഴ്സ് എന്ന് പറയുന്ന സബ് യൂണിറ്റ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്യാപ്സിഡിനകത്താണ് ന്യൂക്ലിക് ആസിഡ് വൈറസ് വരുന്നത്. അതിപ്പോൾ DNA ആവാം അല്ലെങ്കിൽ RNA ആവാം. നമ്മുടെ HIV എന്ന് പറയാൻ നേരത്ത് റിട്രോവിറിഡെ ഫാമിലി പെടുന്ന വൈറസുകളാണ് നമ്മൾ പഠിച്ചായിരുന്നത്. ഈ റിട്രോ എന്ന് പറയാൻ നേരത്ത് ഈ വൈറസുകളിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാറുണ്ട്. അതായത് ഇവരിൽ RNA ആയിരിക്കും ന്യൂക്ലിക് ആസിഡ് എന്ന് പറയാൻ നേരത്ത്, RNA DNA ആയിട്ട് മാറും ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടുകൂടി. എന്നിട്ട് ഈ DNAയിൽ നിന്നും ഈ mRNA ഒക്കെ പ്രൊഡ്യൂസ് ആയിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ നോർമലി മനുഷ്യരുടെ കേസിലാണെങ്കിൽ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പ്രകാരം മനുഷ്യർക്കൊക്കെ DNAയിൽ നിന്നായിരിക്കും RNA ഉണ്ടാകുന്നത്, RNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകും. ഇവർ ഈ ഒരു കാര്യം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതാണ് ഈ റിട്രോ തലതിരിച്ച് റിവേഴ്സ് എന്ന രീതിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ റിട്രോവിറിഡയിൽ പെടുന്നവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഹാൾമാർക്ക് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 2 ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് ലീനിയർ RNA കാണും. ആ ഒരു പടത്തിൽ 2 റെഡ് കളറിൽ S പോലെ ഇരിക്കുന്നത് കണ്ടാ, അത് രണ്ടും RNA ആണ് കേട്ടോ. 2 കോപ്പീസ് ഓഫ് RNA ആണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ 2 കോപ്പിയിൽ ഒരെണ്ണം ഒരു ബാക്കപ്പ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു RNA സ്ട്രാൻഡിന് വല്ല ഡാമേജും വന്നു കഴിഞ്ഞാൽ മറ്റേ സ്ട്രാൻഡ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് റെപ്ലിക്കേഷൻ നടത്താം. മറ്റൊരു ഉപകാരം എന്ന് പറയാൻ നേരത്ത് ജനറ്റിക് റീകോമ്പിനേഷനെ സഹായിക്കുന്നു. അതായത് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ നേരത്തെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു സ്റ്റാൻഡിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിന് ടെംപ്ലേറ്റ് സ്വിച്ചിങ് എന്നാണ് പറയുന്നത്. നമുക്ക് പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ HIV ഹൈലി ജനറ്റിക് വേരിയേഷൻ കാണിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിലവിലും ഇതിനെതിരെ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാക്സിൻ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റാത്തത്. പിന്നെ ഈ ന്യൂക്ലിക് ആസിഡിന് ചുറ്റുമുള്ള ക്യാപ്സോമറിൻ്റെ അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ട് ഏത് സിമെട്രിയാണ് ഈ വൈറസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 3 ടൈപ്പാണ് പൊതുവേ ഉള്ളത്: ഐക്കോസഹെഡ്രൽ, ഹെലിക്കൽ, പിന്നെ കോംപ്ലക്സ്. ഈ ഐക്കോസഹെഡ്രൽ എന്ന് പറയാൻ നേരത്ത് അറിയാമല്ലോ, ഈ ന്യൂക്ലിക് ആസിഡിന് ചുറ്റും 20 ട്രയാങ്കുലർ ഫേസും 12 കോർണറും ഉള്ള ഒരു ഐക്കോസഹെഡ്രൺ പോലെയാണ് ഈ ക്യാപ്സോമർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ഐക്കോസഹെഡ്രൽ സിമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിക് ആസിഡിന് ചുറ്റും കോയിൽ ഏതാണ് ഈ ക്യാപ്സോമർ ഇരിക്കുന്നതെങ്കിൽ അതിനാണ് ഹെലിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. ഇത് രണ്ടിലും പെടാത്ത രീതിയിലാണ് ന്യൂക്ലിക് ആസിഡിന് ചുറ്റും ക്യാപ്സോമറിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്കിൽ അവരെ നമുക്ക് കോംപ്ലക്സ് സിമെട്രി പെടുത്താം. നിലവിൽ ഇപ്പോൾ ബുക്കൊക്കെ റിഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോക്സ് വൈറസ് ആയിരിക്കും ഈ 2 സിമെട്രിയിലും പെടാത്ത കോംപ്ലക്സ് സിമെട്രി പെടുന്ന ആൾക്കാർ. ബട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് HIV കേസിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ HIV കോംപ്ലക്സ് സിമെട്രിയാണെന്ന് നമുക്ക് പറയാം. അതിന് കാരണം HIV ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഒരു റെഗുലർ ആയിട്ടുള്ള 20 ഫേസുള്ള ഒരു ഐക്കോസഹെഡ്രൻ്റെ ഒരു ക്യൂബിക്കൽ ഷേപ്പിലല്ല ഇവരിയ്ക്കുന്നത്. നിങ്ങൾക്ക് ആ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. സോ ഇങ്ങനെയുള്ളവരെ നമുക്ക് ഒരു ട്രൂ ഐക്കോസോഹെഡ്രനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതിനെ ഡിസ്റ്റോർട്ടഡ് ഐക്കോസോഹെഡ്രൺ എന്നെല്ലാം വിളിക്കാം. ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ദി ബോക്സ് പറഞ്ഞാണ്. നമ്മുടെ അപൂർവയുടെ ബുക്കിൽ എന്തായിരുന്നു, ഇവരെ ഐക്കോസോഹെഡ്രൽ സിമെട്രി എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഒരു ട്രൂ ഐക്കോസോഹെഡ്രൽ സിമെട്രി ഉള്ളൊരു വൈറസിൻ്റെ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ സബ് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ക്യാപ്സോമർ എന്നായിരിക്കും.
ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ HIV-ക്ക് ഒരു ട്രൂ ഐക്കോസഹെഡ്രൽ സിമെട്രി അല്ല ഉള്ളത്. സോ ഇവരുടെ ക്യാപ്സിഡ് ഉണ്ടാക്കിയിരിക്കുന്ന സബ് യൂണിറ്റിനെ നമുക്ക് P24 പ്രോട്ടീൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ക്യാപ്സിഡിന് പുറത്തായിട്ടും എൻവലപ്പിനകത്തായിട്ടും ഒരു സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്. അതിനെ മാട്രിക്സ് അല്ലെങ്കിൽ ഷെൽ എന്ന് നമുക്ക് വിളിക്കാം. ഈ ഒരു ഷെൽ അല്ലെങ്കിൽ മാട്രിക്സ് ആൻറ്റിജൻ ഈസ് മേഡപ്പ് ഓഫ് P17 പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. ഇനി നമുക്ക് ക്യാപ്സിഡിനകത്തോട്ട് വരാം. ക്യാപ്സിഡിനകത്തെന്ന് പറയുമ്പോൾ 2 ആൾക്കാരാണ് HIV-യുടെ കേസിലുള്ളത്. ഒന്നാമത്തെ ആളെന്ന് പറയാൻ നേരത്ത് അവിടുത്തെ ന്യൂക്ലിക് ആസിഡ്, ദാറ്റ് ഈസ് RNA. ഇവിടെ റിട്രോവിരുടെ ഫാമിലി പെടുന്നവരുടെ കേസിൽ 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ലീനിയർ RNA-കളുണ്ട്. പിന്നെ മറ്റേ ആളെന്ന് പറയുമ്പോൾ എൻസൈംസ് ആണ്. എൻസൈംസിൽ തന്നെ 3 എൻസൈംസാണ് ഇവിടെ ഉള്ളത്. അതിന് ഷോർട്ട് ഫോം ആക്കിയാണ് ഞാൻ RIP എന്ന് കൊടുത്തിരിക്കുന്നത്. R ഫോർ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, I ഫോർ ഇൻ്റഗ്രേസ് ആൻഡ് P ഫോർ പ്രോട്ടിയേസ്. അപ്പോൾ ഇത് 3 ആൾക്കാരുടെയും ഫംഗ്ഷനുകൾ പത്തോജെനിസിസിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മോർഫോളജി ഓഫ് HIV. നമ്മൾ ഈ HIV-യുടെ മോർഫോളജി പഠിച്ച സമയത്ത് ഇഷ്ടംപോലെ പ്രോട്ടീനുകളെ പറ്റി പഠിച്ചായിരുന്നു. കൂടുതലും സ്ട്രക്ചറൽ പ്രോട്ടീൻസാണ് പഠിച്ചിരിക്കുന്നത്. സോ ഈ പ്രോട്ടീൻസിനെല്ലാം കോഡ് ചെയ്തിരിക്കുന്ന ജീൻസിനെ പറ്റി നമുക്ക് പഠിച്ചാലോ? HIV-ക്ക് ആണെങ്കിൽ 2 ടൈപ്പ് ജീൻസാണുള്ളത്. സ്ട്രക്ചറൽ ജീൻസും ഉണ്ട്, നോൺ സ്ട്രക്ചറൽ ജീൻസും ഉണ്ട്. അതിൽ ഈ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് എൻവലപ്പിലുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ 120, ഗ്ലൈക്കോപ്രോട്ടീൻ 41, പിന്നെ ക്യാപ്സിഡ് പ്രോട്ടീൻ ആയിട്ടുള്ള P24. അതൊക്കെ ആ പ്രോട്ടീൻസിനെ കോഡ് ചെയ്തിരിക്കുന്ന ജീൻസുകളെയാണ് സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത്. ഈ നോൺ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലും ആ ഒരു ഡിസീസിൻ്റെ പത്തോജെനിസിസ്, ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ, ഇതിനൊക്കെ സഹായിക്കുന്ന ജീൻസ് ആയിരിക്കും ഈ നോൺ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതലും പഠിക്കാനുള്ളത് സ്ട്രക്ചറൽ ജീൻസിനെ പറ്റിയായിരിക്കും. 3 ടൈപ്പ് സ്ട്രക്ചറൽ ജീൻസാണുള്ളത്: ഗാഗ് ജീൻ, പോൾ ജീൻ ആൻഡ് എൻവലപ്പ് ജീൻ. ഈ ഗാഗ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോളി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ P55 ആണ്. ഈ വൈറസിനകത്ത് പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ പ്രോട്ടിയേസ് ഈ പോളി പ്രോട്ടീനായിട്ടുള്ള P55നെ ക്ലീവ് ചെയ്ത് 3 ചെറിയ പ്രോട്ടീൻ സബ് യൂണിറ്റ്സ് ആക്കി മാറ്റും. അവരാണ് P17, P24 ആൻഡ് P15. ഇതിൽ ഈ P17 എന്ന് പറയാൻ നേരത്ത് അത് ഷെൽ ആൻറ്റിജനാണ്. അത് ഉപയോഗിച്ചാണ് മാട്രിക്സ് അല്ലെങ്കിൽ ഷെൽ ഉണ്ടാക്കുന്നത്. P24 എന്ന് പറയാൻ നേരത്ത് മേജർ ക്യാപ്സിഡ് പ്രോട്ടീനാണ്. അത് ഉപയോഗിച്ചാണ് ക്യാപ്സിഡ് ഉണ്ടാക്കുന്നത്. P15 എന്ന് പറയാൻ നേരത്ത് അതൊരു ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീനാണ്. അതായത് ക്യാപ്സിഡിനകത്തുള്ള ന്യൂക്ലിക് ആസിഡ്, അതായത് RNA ആയിട്ട് ബൗണ്ട് ചെയ്തായിരിക്കും ഇവർ കാണപ്പെടുന്നത്. ഭയങ്കര ചെറുതായതുകൊണ്ടാണ് പല ഡയഗ്രങ്ങളിലും ഇതിനെ മാർക്ക് ചെയ്ത് കാണപ്പെടാത്തത്. ജസ്റ്റ് RNA ആയിട്ട് ബൗണ്ട് ചെയ്ത് കാണുമെന്ന് മാത്രം അറിഞ്ഞിരുന്നു വെച്ചാൽ മതി. പിന്നെ ഈ P24നെയും P15നെയും കൂടി ചേർത്തിട്ട് നമുക്ക് കോർ ആൻറ്റിജൻ എന്ന് വിളിക്കാം 2 ആൾക്കാരെ. സോ ഒരു വൈറസിൻ്റെ ന്യൂക്ലിയോ ക്യാപ്സിഡിനും ഷെല്ലിനും ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗാഗ് ജീനാണ്. അടുത്ത ജീൻ എന്ന് പറയുമ്പോൾ പോൾ ജീനാണ്. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈറസിൻ്റെ റെപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളുണ്ട്. ഒരു 3 എണ്ണം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചായിരുന്നു. RIP എന്ന് പറഞ്ഞിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ഇൻ്റഗ്രേസ് ആൻഡ് പ്രോട്ടിയേസസ്. അപ്പോൾ ഈ 3 എൻസൈമുകളെയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോട്ടീൻ അതിനെ കോഡ് ചെയ്തിരിക്കുന്നത് ഈ പോൾ ജീനിലായിരിക്കും. ഈ പോൾ ജീൻ 4ഓളം പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ P51ഉം P66ഉം കൂടെ ചേർന്നിട്ടായിരിക്കും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാകുന്നത്. P10 ഉപയോഗിച്ചിട്ടാണ് പ്രോട്ടിയേസ് ഉണ്ടാകുന്നത് ആൻഡ് P32 ഉപയോഗിച്ചിട്ടാണ് ഇൻ്റഗ്രേസ് ഉണ്ടാകുന്നത്. നമ്മുടെ ലാസ്റ്റ് ജീൻ എന്ന് പറയാൻ നേരത്തെ എൻവലപ്പ് ജീൻ അല്ലെങ്കിൽ ENV ജീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ എൻവലപ്പിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻസിലെ GP120ഉം GP41ഉം ഇവരായിരിക്കും കോഡ് ചെയ്യുന്നത്. ഇവർ ഡയറക്റ്റ്ലി GP120ഉം 41ഉം പ്രൊഡ്യൂസ് ചെയ്യുകയല്ല, GP160 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ ഹോസ്റ്റ് സെല്ലിനകത്തുള്ള ഗോൾഗി അപ്പാരറ്റസിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ക്ലീവ് ആക്കപ്പെടും. ഈ GP160 ക്ലീവ് ആയിട്ട് GP120ഉം GP41ഉം ആയിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ബോധമുള്ളവർ ഓർക്കും ഈ 120 41 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 161 തന്നെ, പിന്നെന്താ 160 എന്ന് പറഞ്ഞത്. സോ അതിനുള്ള ഉത്തരം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്. ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അടുത്തത് നോൺ സ്ട്രക്ചറൽ ജീൻസ് ആണ്. 8ഓളം നോൺ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ്, നെഫ്, റെവ്, വിഫ്, VPU അങ്ങനെ ഒരു 8 എണ്ണം ഉണ്ട്. അപ്പോൾ തനീർ, VIP, RU, XL ആ ഒരു ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8 എണ്ണം പഠിക്കാവുന്നതാണ്. അല്ലേ 8 നോൺ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് 3 എണ്ണം പഠിച്ചാൽ മതി. അതാണ് ഈ തനീറിൽ കൊടുത്തിരിക്കുന്നത്. തനീറിലെ TA സ്റ്റാൻഡ്സ് ഫോർ ടാറ്റ് ജീൻ വിച്ച് ഈസ് ട്രാൻസ് ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ജീനാണ്. അത് ട്രാൻസ്ക്രിപ്ഷനെ സഹായിക്കുന്നു. പിന്നെ NE സ്റ്റാൻഡ്സ് ഫോർ നെഗറ്റീവ് ഫാക്ടർ ജീനാണ്. ഇവർ നമ്മുടെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിൻ്റെ സർഫസിൽ CD4 റിസപ്റ്റർ കാണും. അപ്പോൾ അവരുടെ എക്സ്പ്രഷനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്നു. അതാണ് ഈ നെഗറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻറ്റിബോഡീസിനൊക്കെ വന്നാലും ഇവരെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ തനീറിലെ ലാസ്റ്റ് R എന്ന് പറയാൻ നേരത്ത് റെവ് ജീൻ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ റെഗുലേറ്റർ ഓഫ് എക്സ്പ്രഷൻ ഓഫ് വൈറോൺ പ്രോട്ടീൻസ്. വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ ന്യൂക്ലിയസിനകത്തായിരിക്കും വൈറസിൻ്റെ mRNA കിടക്കുന്നത്. അതിനെ സൈറ്റോപ്ലാസത്തിൽ കൊണ്ടുവന്നാൽ മാത്രം ട്രാൻസ്ലേഷൻ നടന്ന് അതിനെ പ്രോട്ടീൻസ് ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണല്ലോ. അത്രേ ഉള്ളൂ. ഈ 3 ടാറ്റ്, നെഫ്, റെവ് നോൺ സ്ട്രക്ചറൽ ജീൻസിനെ കുറിച്ച് പഠിച്ചാലും മതി.
നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ആൻറ്റിജനിക് വേരിയേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് HIV വൈറസ്. ഈ HIV വൈറസിൽ എൻവലപ്പ് ജീൻ നമ്മൾ പഠിച്ചായിരുന്നു. ആ എൻവലപ്പ് ജീനിൻ്റെ സീക്വൻസിലെ വേരിയേഷൻ കാരണം 2 സീറോടൈപ്പ് ആക്കി HIV തിരിച്ചിട്ടുണ്ട്. HIV സീറോടൈപ്പ് 1ഉം സീറോടൈപ്പ് 2ഉം. ഇതിലെ HIV 1 എന്ന് പറയുമ്പോൾ ചിമ്പാൻസിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ 4 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. PONM പോണം. അതിൽ M ഗ്രൂപ്പാണ് ഇതിനും കൂടി ഡോമിനൻ്റ് ആയിട്ട് പല ജോഗ്രഫിക്കൽ ഏരിയകളിലും കാണപ്പെടുന്നത്. ഈ M ഗ്രൂപ്പിന് 10ഓളം സബ് ടൈപ്സ് ഉണ്ട്. ആ സബ് ടൈപ്പുകളെ ക്ലെയ്ഡ്സ് എന്ന് വിളിക്കാം. അതിൽ മേജർ സബ് ടൈപ്പ് എന്ന് പറയുമ്പോൾ C ആണ്. അത്രയും മാത്രം പഠിച്ചാൽ മതി, എല്ലാ സബ് ടൈപ്പും പഠിക്കണമെന്നില്ല. പിന്നെ HIV 2 എന്ന് പറയുന്ന സീറോ ടൈപ്പ് എന്ന് പറയുമ്പോൾ അവരുടെ ഒറിജിൻ എന്ന് പറയുന്ന നേരത്ത് സൂട്ടി മാങ്കാബെ മങ്കിയിൽ നിന്നാണ്. ആൻഡ് ഇവർക്ക് 8ഓളം ഗ്രൂപ്പുകളാണുള്ളത്, ഗ്രൂപ്പ് A to H. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഈ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പാത്തോജൻസിസ്, മാനിഫെസ്റ്റേഷൻസ്, ലാബ് ഡയഗ്നോസിസ് ഒക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.